ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ണിൽ പെട്ടത്. നമ്മൾ മലയാളികൾ പിന്നെ തനി നാടൻ ഭക്ഷണം കണ്ടാൽ ഒന്ന് സ്റ്റക്കാവുമല്ലോ. വീട്ടിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ മെയിൻ ഐറ്റം ചക്കക്കുരു ഇട്ട് വെച്ച പരിപ്പറിയാണ് കേട്ടോ. പിന്നെ വെണ്ടക്ക തോരനും ഫിഷ് ഫ്രൈയും പപ്പടും. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഉപ്പിലിട്ട മാങ്ങയോ നാരങ്ങയോ എന്തെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങയാണ് എടുത്തത്. ഈ വീഡിയോയിൽ അവർ ഫിഷ് ഫ്രൈ ആയിട്ട് നെത്തോലിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല കറുമുറയായിട്ട് പൊരിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് 2-3 ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാന്തൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി ഏകദേശം റെഡിയായി. ചോറ് ഒരു ഭാഗത്ത് നിന്ന് തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളി ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വെണ്ടക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അല്ല കേട്ടോ, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെണ്ടക്ക തോരൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് നമുക്ക് പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുക്കണം. കറിയും പപ്പടവും ഉപ്പേരിയൊക്കെ റെഡി ആകുമ്പോഴേക്കും ചോറും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചോറൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് വിളമ്പാൻ തുടങ്ങാം. അങ്ങനെ പ്ലേറ്റിങ് ചെയ്യാൻ തുടങ്ങട്ടെ. എപ്പോഴും ഇങ്ങനെയൊന്നല്ല കേട്ടോ പ്ലേറ്റ് അറേഞ്ച് ചെയ്യാറ്. പക്ഷേ ഇന്നൊരു കൊതി അവരെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നോർമലി ഞാൻ അവരെ വീഡിയോസ് കാണാറുണ്ട്, നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉപ്പിലിട്ട നാരങ്ങയും കൂടി വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് സെറ്റ്. അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിലിങ്ങനെ നാരങ്ങ ഇട്ട് വെക്കുന്നത്. ഇനിത് ഞാൻ പോയിട്ട് സമാധാനത്തോടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാമല്ലോ കേട്ടോ, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ക്രേവിങ്സൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.